കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. കുഞ്ഞിക്കാലുമല്ലതാ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, ഒരു പതക്കം, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകള് തൊളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇത് ചതുർബാഹുമായിട്ടാ പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കണത് കേട്ടോ. വലിയ ആളായിട്ടല്ല, ചെറിയ കോണ കൊടുത്ത് ചെറിയ ഒരു രൂപത്തില് ദേവകിക്കും വാസുദേവർക്കും ആദ്യം കാണിച്ചു കൊടുക്കണം ആ വിശ്വരൂപമായിട്ടൊന്ന് ശ്രീലകത്ത് നിൽക്കണം ആ ബാലരൂപത്തില്. ഏഹ് അങ്ങനെ അങ്ങനെ ശംഖം ചക്രം സ്വർണത്തിന്റെ വെച്ചിട്ടുണ്ട്, ഗതചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, പത്മ ചെറിയൊരു വെളുത്ത താമര കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശംഖചക്ര ഗതാപത്മത്തോടു കൂടി നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ചെറിയ ഉണ്ണിയായിട്ട് അതാ പറഞ്ഞ കോണ കൊടുത്തിട്ട് കൊണ്ട് അങ്ങനെയാണ് നിൽക്കണത്. ചെവിയിൽ രണ്ട് ചെവിയിലും ഗോപി തിലകം വെച്ചിട്ടുണ്ട്, നെറ്റിയമ്മിൽ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. നല്ല മന്ദഹാസം, അങ്ങനെ പുഞ്ചിരി തൂക്കിയും കൊണ്ട് ചതുർബാഹുമായിട്ട് നാരായണനായിട്ടാണ് ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നല്ല കൗതുകമുണ്ട്. മേൽശാന്തി അസലായിട്ട് ചാർത്തിയിട്ട് നല്ല കൗതുകത്തിൽ ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിൻ്റെ മുകളിൽ 3 തിരുമുടി മാലകളാ. ഒന്ന് വെളുത്ത പൂവിൻ്റെ മുകളിൽ തെച്ചിപ്പൂ പൊട്ട് 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 പോലെ ചാർത്തിയത്, പിന്നെ താമരയും തുളസിയായിട്ടുള്ളത് ഒന്ന്, പിന്നെ തെച്ചിപ്പൂ കുറേശ്ശെ ആയിട്ട്, എന്നാൽ തുളസി ലേശമായിട്ട് അങ്ങനെയായിട്ട് അങ്ങനെ കലർന്ന് വെളുത്ത പൂ ഉണ്ടായില്ല, അങ്ങനെ ഒരു തിരുമുടി മാല. അങ്ങനെ 3 തിരുമുടി മാലകളാണ് ചാർത്തിയിരിക്കുന്നത്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ. ഒന്ന് താമരയും തുളസിയായിട്ട് ഒരു നല്ല തടിച്ചൊരു ഒരു ഉണ്ടമാല. മറ്റേ ഉണ്ടമാല എങ്ങനെ വെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം, പിന്നെ കുറച്ച് തുളസി, പിന്നെ തെച്ചിപ്പൂവ്, പിന്നെ തുളസി, അങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. 2 ഉണ്ടമാലകളും നല്ല ഭംഗിയുണ്ട്, 3 തിരുമുടി മാലകളും ഭംഗിയുണ്ട്. അങ്ങനെ ഉണ്ണിക്കണ്ണനായിട്ടുള്ള ചതുർബാഹുവായിട്ടാണ് ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നല്ല കൗതുകമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അതുപോലെ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ, എല്ലാം താമരയും തുളസിയും തെച്ചിയും തുളസിയായിട്ട് ഇങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയായിട്ടുള്ള ഉണ്ടമാലകൾ അതും ചാർത്തിയിട്ടുണ്ട്. വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും അവിടെ നമ്മുടെ പൊന്നുണ്ണി കാണാൻ ചെറിയ ഉണ്ണിയായിട്ട് എന്നാൽ ചതുർബാഹുമായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. ആ ബാലരൂപത്തിലാണ് നിൽക്കുന്നത്. നല്ല കൗതുകമുണ്ട് കാണാൻ. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ ഞങ്ങളെ. നടന്നു ദേഹം തളരേണ്ട കൃഷ്ണൻ, വരേണ്ട ഇങ്ങോട്ടവിടെ സസൗഖ്യം, രമിച്ചിടുന്നുണ്ടഴലൊന്നുമില്ലെന്നിടയ്ക്കു കേട്ടാൽ മതി ധന്യയായി ഞാൻ. പരസ്പരം വാർത്തയറിഞ്ഞിടാതെ നമുക്കിതൊട്ടേ മട്ടിനി വാണുകൂടാ. ഇടയ്ക്കിടയ്ക്കൊക്കെ എഴുത്തുകുത്ത് നടത്തണം മേലിൽ നമുക്ക് കൃഷ്ണ. വേർപെട്ടു പാർക്കേണ്ടി വരുത്തിടല്ലേ, പാർക്കട്ടെയോമൽ സ്മിത സുന്ദരാസ്യം. പുൽകട്ട നിൻ പൂടലൊന്നുകൂടി പണ്ടത്തെയാ തോഴികളായ ഞങ്ങൾ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ ബാലരൂപസ്ഥലായിട്ടുള്ള ശംഖചക്ര കഥാപത്മത്തോടു കൂടി എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നല്ല കൗതുകമായിട്ട് ചാർത്തിയിട്ടുണ്ട് ശാന്തി. ആ ഭംഗി ആ ചതുർബാഹുവായിട്ടുള്ള ആ ബാലരൂപമായിട്ടുള്ള പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിലായിട്ട് വീണ് നമസ്കരിക്കുക. ആ പുഞ്ചിരി തൂകണ മുഖം നോക്കിയിട്ട് ഉറക്ക നാമം ജപിക്കാം. ആ പൊന്നു ഗുരുവായൂരപ്പൻ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ മുഖം നോക്കി ഉറക്ക നാമം ജപിക്കല്ലേ നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.